ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് മിഠായിത്തെരുവ്, അതായത് കോർട്ട് റോഡാണ്. ഈ കോർട്ട് റോഡിൽ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്, ടീം ടാഗോർ. അതായത് ഇതൊരു സോഷ്യൽ വർക്ക് ആണ് കേട്ടോ. ദ സെറ്റ് ഓഫ് സോഷ്യൽ വർക്ക്സ് ഡ്രസ് ബാങ്ക് ആണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ എടുക്കും, അതിന്റെ ആവശ്യക്കാർക്ക് കൊടുക്കും. ഇത് ഞങ്ങൾ ഈ ഡ്രസ് ബാങ്കിൽ ഇവിടെ ഏൽപ്പിക്കാൻ പോവാണ്. കിട്ടിയോ? ഡ്രസ്സ് കിട്ടിയോ? ഇതൊരു പഴയ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്, ടീം ടാഗോർ. നമുക്കിതിന്റെ ആളെ ഒന്ന് പരിചയപ്പെടാം. ഇവർക്ക് വേറെയും സോഷ്യൽ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സ്ഥാപനം, ഇതാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങള് രണ്ട് പേര് രണ്ട് ഷർട്ട് ചെയ്യുന്ന കാർഡ് സൂക്ഷിച്ചു വെക്കാം. 2 മാസം കഴിഞ്ഞാൽ വീണ്ടും വരാം. ആ സമയത്ത് ആ കാർഡ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്പർ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇവരാണ് ഇത് തുടങ്ങിയിട്ടത്. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ആദം. ആദം കാക്ക. കുറെ കാലമായി തുടങ്ങിയിട്ട് കാക്കത്? ഇത് 3 വർഷം ആവുന്നു. കഴിഞ്ഞ 2023 നവംബറിൽ തുടങ്ങിയല്ലേ? കുറെ ആൾക്കാർ വരുന്നുണ്ടോ? ഇത് അതുപോലെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ പല ദൂരത്തുനിന്നും വൈകി വരുന്നുണ്ട്. ഇതെങ്ങനെ അറിയുന്നത്? ഇത് ഞങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യുന്നുണ്ട്. മറ്റേ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. മനോരമ, മാതൃഭൂമി, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് യൂട്യൂബ് ചാനൽ, അവരുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കത് മാത്രമല്ല, വേറൊരു സോഷ്യൽ വർക്കും കൂടി ഉണ്ട്, സൺഡേ ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വലിയ ഓണത്തിനെ കാത്തിരിക്കുകയാണ്. ഓണസദ്യ 20 കൂട്ടം ഓണസദ്യ നൽകുന്നുണ്ട്. ഇതിന്റെ വിശേഷങ്ങളൊന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണം? എങ്ങനെയാണ് ഇത് പ്രതികരണം തന്നെ? ഒരുപാട് ആൾക്കാർ വന്നിട്ട് സാധനം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. അയാൾ ആവശ്യക്കാരാണ് വരുന്നത്. പല ദൂരം വൈകി, കുന്നമംഗലം, രാമനാട്ടുകര, ചാത്തമംഗലം, പല സ്ഥലത്ത്, വയനാട്, പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ സാധനം ഇവിടെ എത്തിക്കുന്നത് പല ആൾക്കാരും എത്തിക്കുന്നുണ്ട്. നല്ല നല്ല സാധനങ്ങൾ എത്തിക്കുന്നത്. എങ്ങനെയാണ് ഇത് എത്തിക്കേണ്ടത്? ഏത് ദിവസം എത്തിക്കണത്? എല്ലാ വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ തുറക്കുക. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ. ഡിസ്ട്രിബ്യൂഷനും കളക്ഷനും ഡിസ്ട്രിബ്യൂഷനും അന്ന് തന്നെ അല്ലേ? അപ്പൊ ഇതിന് ഒരു തരത്തിലുള്ള പൈസ ഒന്നും ഈടാക്കുന്നില്ല? ഇല്ലല്ലോ, 5 പൈസ ഈടാക്കുന്നില്ല. ഫ്രീ സർവീസ്, സോഷ്യൽ സർവീസ്. ഇതൊരു ഇടനിലക്കാരനായിട്ട് ഒരു അതെ. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങളൊരു 4 പേരുണ്ട്, 4-5 പേര്. ഓക്കെ. ഇതെന്താണ് ഇങ്ങനെ തുടങ്ങാനുണ്ടായിരുന്ന? ഇത് തുടങ്ങാനുള്ള കാരണം, ആദ്യമായിട്ട് ഞങ്ങൾ വസ്ത്രം കളക്ട് ചെയ്തത് നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് വസ്ത്രം വേണമെന്ന് പറഞ്ഞിട്ടാണ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ ആ തുടക്കത്തിൽ അത് പല സ്ഥലത്തേക്കും അയച്ചു കൊടുത്തു. കണ്ടമാനം കിട്ടിയ സമയത്ത്, ആ സമയത്ത് ഈ റൂമൊന്നുമില്ല. നമ്മുടെ വീടുകളിൽ ശേഖരിച്ചിട്ട് നോർത്ത് ഇന്ത്യ, ഒറീസ്യ, ബീഹാർ അങ്ങനത്തെ സ്ഥലത്ത് അയച്ച്, പിന്നെ ഇവിടെ തന്നെ കോഴിക്കോട്, കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലൊക്കെ അയച്ചു. പിന്നെയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ആൾക്ക് വന്നിട്ട് ആവശ്യത്തിന് ഇത് അയച്ചു കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്തായിരിക്കുമല്ലോ. അങ്ങനെ ഒരു റൂം തുടങ്ങിയാൽ തിരഞ്ഞെടുക്കാം എന്നുള്ള ആശയം വന്നല്ലേ? അത് ആശയം വന്ന് അങ്ങനെ മറ്റേ 2023 നവംബർ അന്നത്തെ MLA ആയിരുന്ന നമ്മുടെ തോട്ടത്തിൽ രവീന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ റൂമിന് വാടകയുണ്ടോ? ഈ വാടകയില്ല. ഇല്ല, ഇതൊരു ട്രസ്റ്റിൻ്റെ ആണ്. ഈ ആവശ്യത്തിനാന്ന് പറഞ്ഞ സമയത്ത് അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി തന്നു. നല്ല കാര്യം. അപ്പോൾ ആ സുഹൃത്തിനോട്, അത് ആരോണം ചെയ്ത് അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഇതൊന്ന് വലുതാക്കാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെ സൗകര്യം കിട്ടിയാൽ കൂടുതൽ വലുതാക്കാം. കാരണം കൂടുതൽ നല്ല സുഖമായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നല്ല ആൾക്കാർക്ക് കൂടുതൽ സൗകര്യത്തോടെ എടുക്കാം. സ്ത്രീകളുടെ ഡ്രസ്സ് വേറെ അങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് വരുന്നത് ഇവിടെ എല്ലാം വരുന്നുണ്ട്. ജെൻസിൻ്റെതും ബോയ്സിൻ്റെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളത് എടുക്കുന്നുള്ളൂ. അതിന് എടുക്കുന്നില്ല. അതിൻ്റെ കുറഞ്ഞത് ആരും കൊണ്ടുപോകാറില്ല. പിന്നെ കീറിയതും മുഷിഞ്ഞതും അങ്ങനെ എടുക്കില്ല. കാരണം അത് മറ്റുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാവണല്ലോ. ഞങ്ങളിതാ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മൾ അന്ന് അവിടുന്ന് പരിചയപ്പെട്ടതാണ്. അതെ. ബ്രേക്ക്ഫാസ്റ്റിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നു. നല്ല കേൾക്കുന്ന ആൾക്കാർ, നമ്മളെ ശ്രമിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഓരോരുത്തരുടെ വീടുകളിൽ നല്ല നല്ല ഡ്രസ്സുകൾ, ബ്രാൻഡ് ഡ്രസ്സുകൾ, ഇവരിത് പുതിയത് എടുക്കുന്ന സമയത്ത് പഴയത് അലമാരയിൽ അട്ടി വെച്ചിട്ടുണ്ടാവും. അത് എങ്ങനെ ഒഴിവാക്കാൻ അറിയാത്ത ഒരു കൂട്ടരുണ്ട്. അതേസമയം ഇവിടെ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന വെറും അത് രണ്ടിനും കൂടി ഞങ്ങൾ യോജിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവരത് ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുതരും. അവർ ഓൾറെഡി പുതിയ ഡ്രസ്സ് എടുക്കും. അപ്പോൾ മണി എക്സ്ചേഞ്ച് നടക്കുകയില്ല. കാരണം അവർ മാർക്കറ്റിലേക്ക് പുതിയ മണി ഇറങ്ങാം. കാരണം അത് പഴയ ഡ്രസ്സ് തന്നെ അവർ വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കീറിയിട്ടില്ലെങ്കിൽ മുഷിഞ്ഞിട്ടില്ല, അവർക്ക് കുറേ മടുക്കും. കാരണം നല്ല നല്ല ആൾക്കാർ, സാധാരണ അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാർ കുറേ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ സമയത്ത് കുറച്ച് ആയിലിടുന്നത് കഴിഞ്ഞ് മതി, അത് ഇടണ്ട. എന്നിട്ട് വീണ്ടും അളമാറ നുറക്കുക ചെയ്യുക. അത് സ്ത്രീകളുടേതായാലും പുരുഷന്മാരുടെ ആയാലും
അത് കുറേ കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു സീസൺ വരുമ്പോൾ അവർ പുതിയത് എടുത്തോളും. അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് അത് വളരെ ഉപകാരപ്പെടുന്നത്, കാരണം നല്ലൊരു വിജയമാണിത്. ഇപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ. കിട്ടുന്നത് കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതിവിടെ ദൂര സ്ഥലത്തേക്ക് അയക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ എടുക്കാൻ വരുന്ന ആൾക്കാരെ കാണിക്കുന്നില്ല, കാരണം അതൊരു മോശമാണ്. ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അതും ഞങ്ങൾ അതിനോട് യോജിക്കുന്നു, ആരും എന്നെ കാണിക്കരുത്. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ ആരംഭത്തിൽ എല്ലാ വർഷവും നോട്ട് ബുക്കുകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. ഈ വർഷം 2000-ഓളം നോട്ട് ബുക്ക് ചെയ്യാറ് അല്ലേ? അത് വേറെ സൗകര്യമുള്ള സ്ഥലത്ത് കളക്ട് ചെയ്തിട്ട് അത് ഞങ്ങൾ പല ദൂര സ്ഥലത്തേക്ക് ആവശ്യക്കാരാകണം. നിലമ്പൂർ, അതേപോലെ തന്നെ ഇവിടെ തന്നെ പല സ്ഥലത്തും ആവശ്യക്കാരായിരിക്കും അവർക്ക് വന്നിട്ട് കൊടുക്കും. അതിന് നമ്മൾ സോഷ്യൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്, അവർ മുഖാന്തരം അത് സപ്ലൈ ചെയ്യും. പിന്നെ അതുകൂടാതെ വീട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന അതും ചെയ്യുന്നു. ചില ശോചനീയാവസ്ഥ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, ശോചനീയാവസ്ഥയുള്ള വീടുകൾ അത് നമ്മുടെ കയ്യിൽ നിന്നല്ല പൈസ, ആ വീട് ശോചന അതിൻ്റെ എത്രയാണോ ആവശ്യം വരുന്നത് ആ ഫണ്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയുടെ ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ചെറിയൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ ഡ്രസ്സ്, നല്ല അടിപൊളി ഡ്രസ്സുകൾ. അതൊക്കെ ഇത് പല സ്ഥലങ്ങളും കൊണ്ടുപോകുന്നതാണ്. ഇതാ ഇവിടെ കാക്ക എന്തോ എഴുതുന്നുണ്ട്. ഇതെന്താണ് കാക്ക എഴുതുന്നത്? ഇത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നവർക്ക് കാർഡ് ഇഷ്യൂ ചെയ്യാണ്. ഡ്രസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ രജിസ്ട്രേഷൻ കാർഡ് മുഖാന്തരമാണ് അവർക്ക് ഡ്രസ്സ് എടുക്കുക. ഒരു പ്രാവശ്യം കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് എടുക്കുന്ന ഡേറ്റ് ഇവിടെ എഴുതും. വീണ്ടും അവർക്ക് 2 മാസം കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് ഡ്രസ്സ് എടുക്കാം. അതായത് കൊല്ലത്തിൽ 6 തവണ വന്നിട്ട് അവർക്ക് ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ശരി, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അവർ കാർഡ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ വരുമ്പോൾ എത്ര ഡ്രസ്സ് എടുക്കാൻ പറ്റും? അത് ആദ്യ തവണ 2 ജോഡി, പിന്നെ 2 മാസം കൂടുമ്പോൾ ഓരോ തവണയും ഓരോ ജോഡി. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നിബന്ധനകൾ, കാരണം അത് അല്ലെങ്കിൽ ലാഭിസായിട്ട് എടുത്തു ഇതുണ്ടാവില്ല. അങ്ങനെ ഇതിന്റെ വില എന്താണെന്ന് അറിയുമോ? അതായത് അതിന്റെ വാല്യൂ അറിയണം ആൾക്കാർക്ക്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ നിങ്ങളെ ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാവരെയും സഹകരണവും സഹായവും എല്ലാതരം പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ, അതേസമയം മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ച് ബാങ്കാണ്, അതായത് ഡ്രസ് ബാങ്ക് നിങ്ങൾ പേരിട്ടിരിക്കുന്നത് ടീം ടാഗോർ എന്നല്ല ഇതിന് പേര്. ടീം ടാഗോർ ഡ്രസ് ബാങ്ക്. കൃത്യമായിട്ട് ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് കോഴിക്കോട് കോട്ട് റോഡ്, 2nd റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുനിന്നും മിഠായി തെരുവിലേക്ക് പോകുന്ന റോഡ്. ആ റോഡിൽ കലിക്കറ്റ് എക്സ്ചേഞ്ചിൻ്റെ തൊട്ടടുത്ത് അപ്സ്റ്റെയറിലാണ്. ഓക്കെ, കാക്കൻ്റെ പേരെന്തായിരുന്നു? ആദം. ആ നമ്പർ കൂടി ഒന്ന് പറയാമോ നിങ്ങളെ? എൻ്റെ 8547154182. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇല്ലാതെ, അതായത് ഡ്രസ്സ് ഇല്ലാതെ വിഷമിക്കുന്ന സഹോദരന്മാർക്ക് ഇതൊരു നല്ലൊരു കാര്യമാണ്. സഹോദരന്മാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വരുന്നത്. ബൈ.